രണ്ട് സ്റ്റേറ്റ്മെൻ്റാണ് എടുക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ നക്സൽ കോറിഡോർ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, അവിടെ ഏകദേശം അവിടെ നക്സലിസം ഇല്ലാതാകുന്നു. 136ഓളം പേരെ അവർ കീഴടങ്ങി. ചില പ്രധാനപ്പെട്ട അവരുടെ തലയ്ക്ക് 1 കോടി മുതൽ മുകളിൽ വിലയുണ്ടായിരുന്ന, അതായത് ഇനാം പ്രഖ്യാപിച്ച ഒരാൾക്കാരെ വെടിവെച്ചു കൊന്നു, അവരെയും കീഴടക്കി. അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട നക്സലിസം അതിന് ഏകദേശം വിരാമം വിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെപ്പറ്റി ഫർദറായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു റിപ്പോർട്ട് ഞാൻ എടുക്കുകയാണ്. ദുർഗില് 2 കന്യാസ്ത്രീകളെ, കാത്തലിക് മലയാളികളായ കന്യാസ്ത്രീകളെ അവിടെ ബജരാങ് ദള് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് അവരുടെ കൂടെ 3ഓളം ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഹെഡ്ക്വാർട്ടേഴ്സിന് പേരേ ഉള്ളൂ. അത് മുഴുവനും നക്സൽ കോറിഡോറാണ്, അതായത് നക്സൽ ഇൻഫെസ്റ്റഡ് ഏരിയയാണ്. അപ്പം അവിടെയുള്ള 2ഓളം പെൺകുട്ടികളാണ് ഈ കന്യാസ്ത്രീകളുടെ കൂടെ അവരൊരു മെഡിക്കൽ ക്ലിനിക്കിൽ ജോലി ചെയ്യണമെന്നും പറഞ്ഞു പോയത്. അവരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ അവരെ പോലീസുകാർ പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. കാരണം അവർക്കെതിരെ അനാവശ്യമായിട്ടുള്ള കേസുകളും, കാരണം ട്രൈബൽസാണ്, തെറ്റായ കേസിലെടുത്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇവരുടെ ക്വസ്റ്റ്യൻ ആവും. അത് അവിടുത്തെ മുഖ്യമന്ത്രിയെ വരെ ബാധിക്കുന്നുള്ളത് കൊണ്ട് അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. ആ സമയത്ത് കേരളത്തിലെ പഴയ DGP സെൻകുമാർ, അതേപോലെ RSSന്റെയും BJPയുടെയും പല നേതാക്കള് പല ആവർത്തി പറഞ്ഞു, നക്സൽ ഹിറ്റേറിയൽ പോലീസിന് പോലും പോകാൻ പറ്റുന്നില്ല. സത്യമാണ്. കാരണം ഞാനിവിടൊക്കെ പോയിട്ട് ഈ നക്സലിൻ്റെ ആ സിമ്പതൈസേഴ്സ് അവർ തന്നെയാണ് കൊണ്ടുപോയി ഇൻ്റർവ്യൂ പരിപാടിക്ക് കൊണ്ടുപോകുന്നത്. അല്ല അവിടെ പോലീസ് സെക്യൂരിറ്റിയിലൊന്നും പോകാൻ പറ്റത്തില്ല. ഞാനിത് പറയുന്നത് ഏകദേശം 10, 12, 13 വർഷം മുമ്പ് 2008, 2009 ആ സമയത്തെ കാര്യം. പിന്നീട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിനുശേഷവും ഞാൻ പോയിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ പോയി സ്റ്റഡി ചെയ്ത സംഭവം, സോഷ്യോളജിക്കൽ സ്റ്റഡി. എവിടെ നിന്നും പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ അവിടെ പല റോഡുകളിൽ പോലെ പോകാൻ പറ്റില്ല. അതിൻ്റെ പേരൊക്കെ കൂനീസ് അടക്കുന്ന പല റോഡുകൾ. കൂനീസ് അടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾ പോകാൻ നേരത്ത് ഇപ്പോൾ CRPFൻ്റെയും പോലീസിൻ്റെ വണ്ടികളൊക്കെ പോകുന്നത് അവിടെ മൈൻസ് വെച്ച് പൊട്ടിച്ച് കളയും. പിന്നെ മറ്റൊരു സംഭവമുണ്ട്, അവിടെ പോലീസോ ഏതെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, അവിടെ ഇങ്ങനെ കാലുകളൊക്കെ തീറ്റിച്ച് നിൽക്കുന്ന കൊച്ചു കൊച്ചു പിള്ളേരും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് ഈ നക്സൽ ലീഡേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവരൊക്കെ ഇതിൻ്റെ സ്പൈ ആയിരുന്നു ബേസിക്കലി. ഇത് കറക്റ്റാണ് ഈ പറയുന്ന RSS ലീഡേഴ്സൊക്കെ പറഞ്ഞത്. അവിടെ എങ്ങനെയാണ് ക്രിസ്ത്യൻ സുവിശേഷകർ പോയത്, ഈ പെൺകുട്ടികൾ എങ്ങനെ അവിടെ നിന്ന് വന്നത്? ഇതാണ് ചോദ്യം ഉണ്ടായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്, എനിക്കറിയാവുന്ന മേഖലയാണ് ഈ ബസ്തർ, ദണ്ഡേവാഡ, ബീജാപ്പൂർ, നാരായൺപൂർ, കോർബ, ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഫെമിലിയർ പ്ലേസ് തന്നെയാണ്. എനിക്കിഷ്ടം പോലെ അവിടെ സുഹൃത്തുക്കളുമുണ്ട്, ജേർണലിസ്റ്റ് സുഹൃത്തുക്കളാണ് ഉള്ളത്. പല ആൾക്കാരുണ്ട്, അവരോട് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായെന്ന് വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ഇവിടെ എൻട്രി ചെയ്തേക്കുന്നത് ക്രിസ്ത്യൻ മിഷണറീസാണ്, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസാണ്. അവരാണ് അവരെ കൺവേർട്ട് ചെയ്തത്, ഈ ഗ്രാമവാസികളെ മുഴുവനും. അല്ലാതെ ഈ കോബ്ര എന്ന് പറഞ്ഞ CRPFൻ്റെ ഒരു ഡിവിഷൻ വന്നു. അത് ഈ അമിത്ഷാ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഈ പറയുന്ന ആൻറ്റി നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ C60 കമാൻഡോസ് എന്ന് പറഞ്ഞ് അവരെ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഈ CRPFൻ്റെ കോബ്ര എന്ന് പറഞ്ഞൊരു ഡിവിഷനെ ഉണ്ടാക്കി, ഹ്യൂജ് ഡിവിഷന്. പക്ഷെ ഇവിടെ ഒന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ കയറിയത് അവിടെ ഗ്രാമവാസികളുടെ ഇടയ്ക്ക് ഈ അവിടെയുള്ള ഗ്രാമവാസികളായ ട്രൈബൽ ആൾക്കാർ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സായിട്ട് വന്ന് അവിടെ കൺവേർഷൻ ഉണ്ടാക്കി. ഇതതിൻ്റെ കാര്യം. അല്ലാതെ അവിടെ പോലീസ് ഫോഴ്സ് എൻഫോഴ്സ് ചെയ്ത് അവിടെ പുല്ലും നടക്കത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അബൂജ് ബാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി നിങ്ങൾ കേട്ടിരിക്കണം.
കേന്ദ്ര ഗവൺമെന്റിന് ഇന്ന് വരെ അവിടെ സെൻസസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ബേസിക്കലി ഇതൊക്കെ ഇന്ത്യൻ സോഷ്യോളജി ആയിട്ട് ട്രൈബൽ ബെൽറ്റും ദണ്ഡകാരണ്യ റീജിയനെ പറ്റി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന ടോപ്പിക്കാണ്. അവിടെയൊക്കെ കഴിഞ്ഞിടയ്ക്കാണ് ഈ സെക്യൂരിറ്റി അവിടെ വലിയ ടീമായിട്ട് അവിടെ പോകുന്നത്. ഇന്നും അവിടെ പോലീസ് പോസ്റ്റുകൾ വളരെ കുറവാണ്, സെക്യൂരിറ്റി പോസ്റ്റുകൾ. അങ്ങനെയുള്ള അവിടൊക്കെയാണ് ഈ സൽവാജുതം നടന്നിരിക്കുന്നത്. അവിടുന്ന് നക്സലിനെ എതിർക്കുന്നവർ ആ വില്ലേജുകളിൽ പോലും താമസിപ്പിക്കത്തില്ല. അത് നക്സലേറ്റ് വന്ന് അവരെ കൊന്നുകളയും. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ആഹാരം കൊടുക്കുക അവിടുത്തെ നാട്ടുകാർ തന്നെ. അതായത് ഇവരുടെ ഏറ്റവും എതിരാളികൾ ആരായിരുന്നു? ഗവൺമെൻറ്, പോലീസുകാരാ, ഫോറസ്റ്റ്, പിന്നെ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ. കാരണം ഇവരെ ഈ പറയുന്ന ആദിവാസികളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. നിങ്ങൾ 2022 ഈ ഘർവാപ്രസി ആയിട്ട് പോയി ബജരാംഗിലും RSS അവിടെ പോയി. അവിടെ ഈ പറയുന്ന ഗ്രാമവാസികളെ റീകൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. പള്ളികൾ അടിച്ചുകൊണ്ട് വലിയ ഇഷ്യൂ ആയിരുന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകൾ ഒന്നിച്ചു കൂട്ടിയിട്ട് ഇവരെ തിരിച്ചയച്ചു. നമ്മുടെ ഇന്നലത്തെ എൻ്റെ ബാബു വർഗീസ് പറഞ്ഞ പോലെ ഈ പറയുന്ന അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള പാസ്റ്റേഴ്സും സുവിശേഷകരും അവർ ഈ പറയുന്ന പല നക്സൽ വിൻറ്റേജുകളെ നക്സലൈറ്റുകളെ പാസ്റ്റർമാരാക്കി. വലിയ ഇതാണ് പറഞ്ഞ സോഷ്യോളജി മനസ്സിലാക്കിയിരിക്കണം. പല നക്സലൈറ്റുകളെയും പിടിച്ചോണ്ട് ജയിലിൽ പോയി. ഞാൻ ഒരിക്കലും കാരണം സായിബാബ എന്ന് പറഞ്ഞ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു. അപ്പം അയാളെ ജയിലിലിട്ട സമയത്ത് ഞാനും അയാളെ കാണാൻ പോയിട്ട് ഇയാളെൻ്റെ സുഹൃത്താണ്. ഞാൻ നക്സൽ അനുഭാവിയൊന്നുമല്ല. ഞാൻ ഈ റാഡിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്ന പോലെ തന്നെ റാഡിക്കൽ ഈ ലെഫ്റ്റ് അതിനെ എതിർക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സായിബാബ സുഹൃത്താണെങ്കിലും ഞാൻ അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാണ്. ആദിവാസി മേഖല അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. പക്ഷെ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ നക്സൽ സമ്മതിക്കത്തില്ല. കാരണം എല്ലാ രീതിയിലും അത് എതിർക്കും. കാരണം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഓരോ ഗവൺമെൻറ്റിൻ്റെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നവരെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നാരായൺപൂർ, ബീജാപ്പൂർ, ദണ്ഡേവാഡ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കഴിവുള്ള ഓഫീസേഴ്സൊന്നും വരുന്നില്ല. എല്ലാം കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരവിടെ വരുന്നത്. ഇവിടെയാണ് എത്രയോ വർഷം നീണ്ട സംഭവമാണ് ഈ റെഡ് കോറിഡോർ. ഈ ദണ്ഡകാരൻ മുഴുവനോടെ റീജിയനായിരുന്നു. ഇവിടെയാണ് ബേസിക്കലി നമ്മൾ താങ്ക്സ് ടു ദം ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഇവരുടെ ഐഡിയോളജി മാറ്റിയത്. ഈ ജയിലിൽ പോയവരുടെ പോയി ജയിൽ മിനിസ്ട്രി ഉണ്ട്. ഈ പറഞ്ഞ ജയിലിൽ പോയിട്ട് ഈ നക്സൽ ആൾക്കാരെ അവരെ ട്രാൻസ്ഫോം ചെയ്തു. പല ആൾക്കാരും തിരിച്ചു വരുന്ന പിന്നീട് അവർ പഠിക്കാൻ പല ആൾക്കാരും പാസ്റ്റർമാരായി. യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നിങ്ങൾ പോയി സ്റ്റഡി ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും ആൾക്കാർ പോയി സറണ്ടർ ചെയ്തത്. കാരണം അവർക്ക് അവിടുത്തെ പബ്ലിക് സപ്പോർട്ട് കിട്ടാതായി. നാട്ടുകാരാണ് ഇത് സ്പൈ ചെയ്തിട്ട് അവർ കൊടുക്കാതായി. ജനങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി. അവർ ജോലി എടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന അടിയാളായിട്ട് എവിടെയും ജോലിക്ക് പോകത്തില്ല. അവർക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുക്കണം. അത് മറ്റേ പ്രജ എന്നും പറഞ്ഞിട്ട് മറ്റേ സുരേഷ് ഗോപി പറയുന്ന രീതിയിൽ നടക്കുന്നൊന്നുമില്ല. ആ ചേഞ്ചാണ് ബേസിക്കലി ബജരാംഗ് ദളിനും BJPക്കും ഈ പറയുന്ന അപ്പർ കാസ്റ്റുള്ള പല പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിന് ഇഷ്ടപ്പെടാത്തത്. അവർ ഫ്രീ ആയിട്ടൊന്നും ജോലി ചെയ്യത്തില്ല. വെൽ ഡ്രസ്ഡായി, എഡ്യൂക്കേറ്റഡായി, അവർക്ക് ഹെൽത്ത്, അവർക്ക് കൗൺസിലിംഗ്, അവർക്കൊരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കി അവർ നക്സലിന് ഗുഡ് ബൈ പറഞ്ഞു. അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് എവിടെ പോകേണ്ടത്? ഞാൻ ഈ കേരളത്തിലെ RSSകാരോട് ഈ സെൻകുമാറൊക്കെ പറഞ്ഞില്ലേ, അവരോട് ആർക്കായി ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ഉറപ്പായിട്ടും ഗവൺമെൻറ്റിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റും ഈ പറയുന്ന CRPF ഒക്കെ പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി അവരെ കൊണ്ട് ഇത് പലതും പറ്റത്തില്ല. കാരണം അത്ര ഡീപ്പായിട്ട് ആ ടെറയിനിൽ ഭയങ്കര ഫോറസ്റ്റ് കാടാണ്. അതിനകത്ത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോലീസിന്, കാരണം എല്ലാവരും സിറ്റികളിൽ നിന്നൊക്കെ വരുന്നവരാണ് CRPFിലുള്ളവർ. ആ ടെറൈൻ പഠിച്ചെടുക്കാൻ സമയമെടുക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വലിയ പാടാണ്. പക്ഷെ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ കയറി വരികയും അതാണ് ഇവിടെ മാറ്റം ഉണ്ടാക്കിയത്. കാൻഡമാൾ അതേപോലെ തന്നെ ഒറീസയെ മാറ്റം ഉണ്ടാക്കിയത്, വലിയ മാറ്റം ഉണ്ടാക്കി. അവിടെ ഗർവാപസയായിട്ട് പോയിട്ടൊരു സ്വാമിയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായത്? ജാർഖണ്ഡിലുണ്ടായില്ല, മാറ്റം ഉണ്ടായി. അപ്പം ആരാണിത് ചെയ്തത്? അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും പറയുന്നത്,
ചില ആൾക്കാർക്ക് ഏതെങ്കിലും പോയിട്ട് നന്മ കിട്ടുന്നെങ്കിൽ അവരെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അവരെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പിന്നെ മാറ്റി നിർത്തണ്ടേ? എന്തിനാ മാറ്റി നിർത്തുന്നത്? ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം. അവൻ ടെററിസ്റ്റായിട്ടും നക്സലൈറ്റായിട്ടും ഇന്ത്യക്കെതിരെയും നാട്ടുകാർക്കെതിരെയും വീട്ടുകാർക്കെതിരെയും ഒക്കെ ശത്രുവായിട്ട് കഴിയുന്നതിനേക്കാളും നല്ലത് അവൻ ട്രാൻസ്ഫോം ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിക്ക് പ്രയോജനമുള്ള രീതിയിലല്ലേ മുന്നോട്ട് പോകേണ്ടത്. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഈ പറയുന്ന ഞാൻ ക്രിസ്ത്യാനിയാണ് അവർക്ക് വേണ്ടി വാദിക്കുമെന്നല്ല, ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറയുന്നത്. നന്മ ചെയ്യുന്ന ആരാണെങ്കിലും, ഞാൻ ബാബാ ആംതെ ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിൻ്റെ മകൻ പ്രകാശ് ആംതെ, ഡോക്ടർ അഭയ് സിംഗ്, ഇവരൊക്കെ ട്രൈബൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരെയൊക്കെ ഞാൻ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതേപോലെ വർക്ക് ചെയ്യാൻ മറ്റുള്ള ആൾക്കാരില്ല. ഈ ഡോക്ടർ വിനായക് സെൻ അല്ലാതെ വാചകമടി AC റൂമിലിരുന്ന് പറയുന്നതല്ല. ഈ പറയുന്ന പല ഘർവാപ്പസിക്കാരും വനവാസ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി ഈ പറയുന്ന ഈ 2022-ലും 2021-ലും ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ നാട്ടുകാരുടെ മുഴുവൻ ശത്രുവായി മാറി. ഇതെല്ലാം ഉണ്ടായത് അവരെ മനുഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവരെ മനുഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ് അവരുടെ കൂടെ അവർ പോകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അവൻ മൃഗമല്ല, മനുഷ്യനാണ്. ഒരിക്കലും വിചാരിക്കരുത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണ്, നായയെപ്പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ തെരുവ് നായ നമ്മൾ അടിച്ചോടിക്കുന്ന നായയെപ്പോലെ അതേ രീതിയിലല്ല ഇന്ത്യയിലെ ദളിറ്റ്സും ഇന്ത്യയിലെ ആദിവാസികളും. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടൊരു സമയമുണ്ട്, അതൊക്കെ പോയി. അവിടെയാണ് ഈ പെനട്രേഷൻ ഉണ്ടായതെന്ന് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഏതായാലും അവിടെ അടുത്ത മാസം പോകുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ റിവിസിറ്റ് എന്തുവാണ് സംഭവം നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതിനെപ്പറ്റി കൂടുതലായിട്ട് പിക്ചർ തരാം. മനസ്സിലാക്കുക, ആദിവാസികളും മനുഷ്യരാണ്, ദളിറ്റ്സും മനുഷ്യരാണ്. അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിലോട്ട് വരട്ടെ. അവൻ ആഹാരം കഴിച്ച്, അവൻ ഡ്രസ്സ് ഇട്ട് നല്ല വീട്ടിൽ അവൻ പഠിച്ച് അവൻ ഉയരം വരട്ടെ. ഈ പറയുന്നവർക്കൊക്കെ എഡ്യൂക്കേഷനും അതേപോലെ ജോലി, കാരണം ഇവർക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്, ഈസിയായിട്ട് ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടും, ഗവൺമെൻറ് ജോലി കിട്ടും, പല ആൾക്കാരോട് പോലീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് മാറ്റം ഉണ്ടായത്. ഈ മാറ്റം ഉണ്ടായത് ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ കൊണ്ട്. കാരണം അവിടെ കയറാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ സ്ഥിതിയായിരുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അവിടെ ഈ പെനട്രേഷൻ ഉണ്ടാക്കിയത് ഐഡിയോളജിക്കലി അവരെ മാറ്റിയതും അവർക്ക് ട്രാൻസ്ഫോർമേഷനും പുതിയ ലോകത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരിൽ മതപരിവർത്തനമോ മനപരിവർത്തനമോ അതൊക്കെ നിങ്ങൾക്കെടുക്കാം ഏത് രീതിയിലും. പക്ഷെ ഇവരെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. ജാതി ഇല്ലാതായാൽ മാത്രമേ ഈ പറയുന്ന 33-34% ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ് ട്രൈബ്സും ഉണ്ട്, അവരെ മെയിൻ സ്ട്രീം വന്നാൽ മാത്രമേ, അതേപോലെ ബാക്ക്വേർഡ് OBC ഉണ്ട്, അവരെയും മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം. ഇതിനകത്ത് ഉദാഹരണം പറയുന്നത് കേരളത്തിലുണ്ടായ പോലൊരു മാറ്റം, അതായത് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഇവരൊക്കെ കൊണ്ടുവന്നൊരു മാറ്റമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല സ്വാമി വിവേകാനന്ദരെ. അതിൻ്റെയൊക്കെ കാര്യം എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം സംഭവം. ഞാൻ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവന് അയ്യങ്കാളി ഇതേപോലെ റിഫോമിസ്റ്റുകൾ, ആ സംഭവങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തും ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എല്ലാം മാറിയാണ്. അത് കൊണ്ടുവരാൻ ഇവർ സമ്മതിക്കത്തില്ലല്ലോ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്ഥാനമില്ലാതെ, അതാണ് പവർ പൊളിറ്റിക്സും അതായത് മണി പൊളിറ്റിക്സിൻ്റെ പ്രാധാന്യം. കാരണം ഒരു പ്രത്യേക കൂട്ടർക്ക് ഇതെല്ലാം വേണം, മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ സമ്മതമല്ല. അതിൻ്റെ പേരിലാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ അറ്റാക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ കമ്മ്യൂണിറ്റിയെ മുമ്പോട്ട് കൊണ്ടുവരരുത്, അതാണ് അതിൻ്റെ ബേസ് കാരണം. അല്ലാതെ മതപരിവർത്തനം ഒന്നുമല്ല ഇവരുടെ ഇഷ്യൂ. ഇവർക്ക് ചുളുവിന് ആരും ഇവരെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, അതാണ് ഇവരുടെ ഡിമാൻഡ്. ഇനിയുള്ള ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ തീർത്തും പറയാം.